ഇനി ശരത്തിനൊരിക്കലും ആ വൃത്തികെട്ട ശരത്താവാൻ പറ്റില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. ഈ 10 ലക്ഷം അതൊരു തുടക്കമാ. നമ്മളെ വഞ്ചിച്ച മുഴുവൻ കാശും പലിശ സഹിതം ഈടാക്കിയിട്ടെ അവനെ ഞാൻ വിടൂ. അതുവരെ നമ്മൾ ഈ നാടകം തുടരും. അയാളുടെ മുമ്പില് ശത്രുക്കളായും അല്ലാത്തപ്പോ ബന്ധുക്കളായി അല്ലേ ഇരുത്തി? അതെ. വിചാരിച്ചത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ സ്വാമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കല്. കൺമുമ്പിൽ നിന്ന് മായുന്ന പോലെ പെട്ടെന്ന് കാണാതാവും. സിദ്ധി ഉണ്ടോന്ന് പോലും ചില നേരത്ത് സംശയം തോന്നും. സിദ്ധി നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. എന്റെ ഗതികേടെന്ന് പറഞ്ഞാ മതിയല്ലോ. ഒന്നും അനുഭവിക്കാനുള്ള യോഗവും ഇല്ല. കുറ്റപ്പെടുത്താൻ വരട്ടെ. ഞാൻ എന്തെങ്കിലും പറയുന്നതാണോ കുഴപ്പം? സ്വാമിയുടെ രഹസ്യങ്ങൾ മുഴുവൻ ഇപ്പൊ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് എന്തായി? സ്വാമിയെ പോലെ ഒരാള് ജയിച്ചു നിൽക്കുന്നത് മിടുക്കന്മാർ ഇപ്പുറത്തില്ലാത്തത് കൊണ്ടാ. അക്ഷരേ, ഞാനത്ര മണ്ടനാണെന്നാണോ നീ വിചാരിച്ചത്? എന്നാ കേട്ടോ, സ്വാമിയെക്കുറിച്ച് അറിയാൻ ഞാൻ 2 പേരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. വല്ല പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സോ മറ്റോ ആണോ? ഇരുട്ടും പരുന്തും. ആ, ബെസ്റ്റ്. നീ ഇപ്പൊ തന്നെ കയറിയൊരു അഭിപ്രായം പറയല്ലേ. ആദ്യം അവരൊന്ന് അന്വേഷിക്കട്ടെ. ആവശ്യക്കാരനെ അന്വേഷിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. പിന്നെയല്ലേ വാടകയ്ക്ക് ജോലി ചെയ്യുന്ന 2 പേര്. നിങ്ങൾക്ക് കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുൻപ് രഹസ്യങ്ങൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ എത്തിയേനെ. ആ സീതാലക്ഷ്മിയും സ്വാമിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. എന്തോ ബന്ധം